ഹായ്, ഹലോ, നമസ്കാരം, ഹരി ഓം. ഇപ്പോൾ എന്താണ് ഞാൻ എൻ്റെ വീഡിയോ ഞാനിങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്നതായ മാറ്റം, ഒരു വ്യക്തിയിലുണ്ടാകുന്നതായ മാറ്റം. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ ഭർത്താവിന് പനി വന്നാൽ ആ ഭർത്താവ് തന്നെ മരുന്ന് കഴിച്ചാലേ പനി മാറത്തുള്ളൂ, ഞാൻ മരുന്ന് കഴിച്ചാൽ പനി മാറൂ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് പനി വന്നാൽ അവർ അസുഖം വന്നാൽ അവർ മരുന്ന് കഴിക്കണം, അല്ലാതെ ഞാൻ മരുന്ന് കഴിച്ചാൽ അവരുടെ അസുഖം മാറത്തില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥന കൊണ്ട് ഓരോ വ്യക്തിക്കും, അതുകൊണ്ടാണ് പറയുന്നത് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അതൊന്നും നമ്മുടെ ഹിന്ദുക്കൾക്കൊന്നും അതൊന്നും ഒട്ടുമേ പറ്റില്ല. പിന്നെയും മറ്റു മതസ്ഥരൊക്കെ അത് കൂടിയിരുന്ന ഏതെങ്കിലും ഒരു സമയത്തിൽ അവരൊരു പ്രാർത്ഥനയൊക്കെ നടത്തും. നമ്മുടെ കുടുംബങ്ങളിൽ അതൊന്നും ഇല്ല. ഹിന്ദുക്കളുടെ കുടുംബങ്ങളിൽ അത് വളരെ അപൂർവമാണ്. ഉള്ള വീടുകളിൽ അതിൻ്റെ ഐശ്വര്യവും ഉണ്ട് എന്നേ പറയാൻ പറ്റൂ. അപ്പം അങ്ങനെ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥിക്കണം, അതിന് നമ്മൾ ഒരു ഇതും വെക്കരുത്. അത് എനിക്ക് മറ്റുള്ളവരും പറയുന്ന കേൾക്കാം, വൈകിട്ട് 7 മണിക്കൊക്കെ അവർ എല്ലാവരും കൂടെ കൂടിയിരുന്നൊരു കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കും, ക്രിസ്ത്യൻസും പ്രാർത്ഥിക്കും. മതം പറയുന്നതല്ല, നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്കിവിടെ എനിക്കിപ്പോൾ ഈ ചോറ്റാനിക്കര വന്ന പിന്നെ ശേഷമാണ് ഈ മുസ്ലിം കുട്ടികളുമായിട്ട് എനിക്ക് കുറച്ച് ഇടപഴകാൻ കുറച്ച് അവസരം കിട്ടി. ഫുഡ് ഞാൻ കൊടുക്കുമായിരുന്നു ഭൂമി കോളേജിൽ. അപ്പോൾ അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ ഇന്ന ദിവസം ഫുഡ് വേണ്ട ചേച്ചി, പിന്നെ അവർക്ക് നൊയമ്പായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നൊയമ്പ് മുടങ്ങിപ്പോയ നൊയമ്പ് അവർ കംപ്ലീറ്റ് ചെയ്യുവാണ്. നമ്മുടെ കുട്ടികൾ ചെയ്യുമോ? ഹിന്ദുക്കളുടെ കുട്ടികൾ ആരെങ്കിലും ചെയ്യുമോ? ചെയ്യത്തില്ല. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പോൾ എന്താ നൊയമ്പ് നോക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ അവർ പറയും കഴിഞ്ഞ പ്രാവശ്യത്തെ നൊയമ്പും കംപ്ലീറ്റ് ആകാത്തത് അടുത്ത നൊയമ്പിന് മുമ്പ് അവർ കംപ്ലീറ്റ് ആക്കുകയാണ്. അത്രയും ഡെഡിക്കേറ്റഡാണ് അവർ. അവരുടെ എല്ലാവരുടെയും ദൈവം ഒന്നാണ്, ദൈവമൊന്നും വേറെ ഇല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ ഒരു ശക്തിയിലാണ് നിലകൊള്ളുന്നത്. പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള ദൈവത്തെ അവരവർ വിളിക്കുന്നു എന്നേ ഉള്ളൂ. നാരായണ ഗുരുദേവനൊക്കെ അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല നല്ല അറിവുള്ള മനുഷ്യരൊക്കെ കാണത്തില്ല, അവർക്കൊന്നും മതവും ജാതിയൊന്നും പറയത്തില്ല. ചില ആൾക്കാർ ഒരുപാട് പ്രാർത്ഥിക്കുന്ന പോലെ നമ്മളതില്ല, അവരൊക്കെ സൈലൻ്റായിട്ട് ചെയ്യുന്നത്. വെളുപ്പിനെയാണ് ഏറ്റവും നല്ല സമയം. നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രാർത്ഥിക്കണം, അതിന് യാതൊരു ഇപ്പം എനിക്കറിയാവുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ഈ ദൈവദശകമൊക്കെ പറയുന്നത്. എനിക്കല്ലാതെ ആരുടെയൊന്നും പ്രാർത്ഥനയൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാനിത് പറയാം. നമുക്ക് ദൈവദശകം ചൊല്ലുന്നു, ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് ഒന്നിരുത്തി അതിന് ഓരോ വാക്കുകളും നമ്മുടെ ഉള്ളിലേക്ക് എടുത്തെടുത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് അറിയാതെ നമുക്കൊരു മാറ്റം വരും. അതേസമയം നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ ഇങ്ങനെ ഒരു ദൈവമേ കാത്തുകൊള്ളുക ചൊല്ലുന്നത് ഞങ്ങൾക്ക് ആഴണം വാഴണം സുഖം നിൽക്കുന്നതും അറിയാം. ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ പോയി, എന്തൊക്കെ വന്നു, എന്തൊക്കെയോ ചിന്തകളായിരുന്നു. ഞാനും അങ്ങനെ ഒരു സമയത്ത് നാമം ചൊല്ലിയ ആളാണ്, അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെയും ചൊല്ലിയിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് അത് നമുക്ക് ആ മനസ്സിൽ നിന്ന് അത് വരും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു രൂപത്തിൽ ഉറച്ച് നമുക്കത് ചൊല്ലാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുമെന്ന് പറഞ്ഞാലും അതൊന്നും ഇപ്പോൾ ചൊല്ലണമെന്നൊന്നുമില്ല. നമുക്കറിയാവുന്നത് എന്താണ്. ചിലപ്പോൾ നമുക്ക് ഈ ദൈവദശകയെ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നാരായണനാമം ജപിക്കാമല്ലോ. നാരായണ എന്നൊന്ന് വിളിക്കാൻ ഒരു പാടുമില്ലല്ലോ. അതെങ്കിലും ജപിച്ച് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ രാവിലെ തൊട്ട് വൈകുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എപ്പോഴും ഇരുന്ന് ഒരു ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും എല്ലാ സമയവും ഇല്ലേ, വണ്ടി ഓടിക്കുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും എൻ്റെ വീട്ടിലൊക്കെ വെച്ച് ഞാൻ കറയെടുക്കാനൊക്കെ റബ്ബറിനകത്തൊക്കെ പോകുന്ന സമയത്ത് ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. വിജനമായ ഇടമാണ്, ഭയങ്കര മനസ്സിലൊരു ഇതുണ്ട് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ. ഞാൻ നാമം ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്. എത്രയോ പ്രാവശ്യം കറയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് വന്ന് വീഴാൻ പോയിട്ട് കാല് മടങ്ങി ഞാൻ അവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. കറയും തലയിൽ വെച്ചുകൊണ്ട് എഴുന്നേക്കും. അപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറയും. ദൈവം അല്ലേ, ആ വീഴാതെ നമ്മളെ താങ്ങിയതാരാ? ദൈവമാണ്. അപ്പം അത്രയും നമ്മൾ ദൈവത്തിൽ നന്ദി പറയണം. എനിക്ക് അതൊക്കെ പറയുമ്പോൾ അല്ലേ നമ്മൾ അറിയാതെ ദൈവത്തെ വിളിച്ച് പോകത്തില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ജീവിക്കണം, അല്ലാതെ നമ്മൾ വലിയ വേദാന്തം പറയുന്നതൊന്നുമല്ല. അപ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവർക്ക് പിന്നെ അതുപോലെ പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കുകയും ചെയ്യരുത്. നമ്മളിപ്പം ഗുരുദേവനൊക്കെ ആണെങ്കിലും പറയുന്നത് എപ്പോഴും നീ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനൊന്നുമല്ല. നമുക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളെ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ഇതല്ലേ ആ ഉള്ളിലൊരു നാമം, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന്
ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക, അതേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരും ചെയ്യണം. അവിടെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും. പിന്നെ അതുവഴി നമുക്കിങ്ങനെ ഓരോരോ വഴികൾ ഈശ്വരൻ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. ഒക്കെ ചെയ്യും. ഒന്നും വരില്ല എന്നോ ഒന്നും അല്ല പറയുന്നത്. അപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെയൊക്കെ നാട്ടിൽ തന്നെ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ഒരുപാട് കളിയാക്കുകയും അല്ലേ പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. അതിൻ്റെയൊന്നും ആവശ്യം, ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ അത് നമുക്കറിവില്ലായ്മ കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കുക, പിന്നെ പറയാം അവൾ എന്തോ ഒരു നാടൻ രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും ചെയ്യരുത്. ശരിക്കും എല്ലാവരും പ്രാർത്ഥനയോടെ കാര്യം ഇനി ഒന്നാമത്തെ കാര്യം ഇപ്പോൾ കലികാലമാണ്. ഇനിയും നമ്മുടെ മക്കളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മൾ എന്തായാലും ഇനി നമ്മൾ എത്ര പുട്ടിയിട്ട് നടന്നാലും എങ്ങനെ ഒരു പ്രായം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, ഒരിക്കലും താഴോട്ട് പോകത്തില്ല. പിന്നെ നമുക്ക് ജോലികൾ ചെയ്യുന്നതിന് നമ്മുടെ ഓരോന്ന് ചെയ്യുന്നതിനൊന്നും പ്രായമൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. എത്ര പ്രായമായാലും എല്ലാവർക്കും എന്ത് ജോലി ഒക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ മുന്നോട്ട് തന്നെ നമ്മുടെ പ്രായം മുന്നോട്ട് തന്നെയാണ്, അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും. അപ്പം നമ്മൾ ജീവിതത്തിൽ തളർന്നു പോകാതെ, മക്കളൊക്കെ നമ്മളെ ഇട്ടിട്ട് എന്തായാലും നമ്മുടെ കൂടെ ഒന്നും ഇരിക്കത്തില്ല, അവരൊക്കെ പോകും. എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. അതാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്, ജനകനും അമ്മയും ആത്മസഖി പ്രിയജനവും അടുത്തയൽവാസികളും വിന ജനനമെടുത്തു മരിച്ചിടുമ്പോൾ തനിയെ ഇരിപ്പതിനേ തരമായി വരൂ എന്ന്. ആരൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തനിച്ചിരിക്കേണ്ടതായിട്ട് അവസ്ഥ വരും. അപ്പോൾ ഈ ഈശ്വരനാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഇതിനു വേണ്ടി മനസ്സ് നമ്മൾ അതിലർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആത്മസുഖമുണ്ട്, ഒരു ധൈര്യമുണ്ട് അല്ലേ. ഇപ്പോഴേ നമ്മളിത് മനസ്സിലാക്കുകയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് വരാം, ഇങ്ങനെയൊക്കെ ജീവിക്കാം. പക്ഷേ അതിനൊപ്പം നമ്മൾ തന്നെ ജീവിതമാർഗം കൂടെ കണ്ടെത്തി ജോലി ചെയ്ത് അവരവർക്കറിയാവുന്ന തൊഴിൽ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാനറിയാം, കുക്കിംഗ് അറിയാം, തയ്ക്കാനറിയാം. ഇപ്പം പഠിച്ചേർത്തൊക്കെ പിന്നെ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ, നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, അതൊക്കെ ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ള അത് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനാരും എന്നെ കളിയാക്കാനോ അല്ലെങ്കിൽ നന്നാക്കാൻ ഇറങ്ങി, എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും.